വിഴിഞ്ഞത്തെ സന്ദർശനത്തിന് ശേഷം മുതലപ്പുഴയിലേക്ക് ഇപ്പോൾ മന്ത്രിമാരുടെ സംഘം എത്തുകയാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഫിഷറീസ് വകുപ്പ് മന്ത്രി അബ്ദുൾ ഗഫൂറും ഉണ്ട്. ഒപ്പം ചിറയൻകീഴ് MLA നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. സൗന്ദര്യ സജു വിവരങ്ങളുമായി ചേരുകയാണ്. സൗന്ദര്യ, മുതലപ്പുഴയിലേക്ക് എത്തും മന്ത്രിമാരുടെ സംഘം എന്നത് വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ അവിടേക്ക് എത്തുകയാണ്. എന്താണ് പ്രദേശത്തെ ഒരു സാഹചര്യം? മധു, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ ഫിഷറീസ് മന്ത്രിയും ഇപ്പോൾ മുതലപ്പുഴയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ പൊഴി സന്ദർശിക്കുന്നതിന് വേണ്ടിയാണ് രണ്ട് മന്ത്രിമാരും ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ആഭ്യന്തരമന്ത്രി അതുപോലെ തന്നെ ഫിഷറീസ് മന്ത്രിയും ഇവിടെ എത്തിയിരുന്നതാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ അപകടങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഇവിടെ എത്തിയിരുന്നതാണ്. കാരണം ഈ മുതലപ്പുഴയിലെ പൊടി നിർമ്മാണവുമൊക്കെയായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള അശാസ്ത്രീയത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളും മറ്റും പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നേരത്തെ ഫിഷറീസ് മന്ത്രി ഇവിടെ എത്തി സന്ദർശനം നടത്തുകയും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുമായി കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഈ അപകടം ഉണ്ടായത്. അപകടം ഉണ്ടായതിനു ശേഷം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആരും തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയില്ല എന്നുള്ള ഒരു വലിയ തരത്തിലുള്ള വിമർശനം ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ മുതലപ്പുഴയിൽ അപകടത്തിൽപ്പെട്ട ഷിജിന്റെ കുടുംബവും ഒക്കെ തന്നെയും പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ എന്തായാലും നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ ഫിഷറീസ് മന്ത്രിയും ഇങ്ങോട്ടേക്ക് മുതലപ്പുഴയിലേക്ക് പൊഴി സന്ദർശിക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം ഇവിടുത്തെ സന്ദർശനം പൂർത്തിയാകും. അതിനുശേഷം നേരെ പോകുന്നത് അഞ്ചുതെങ്ങിലുള്ള ഷിജിന്റെ വീട്ടിലേക്കായിരിക്കും. കഴിഞ്ഞ 11 ദിവസമായിട്ട് ഷിജിനായിട്ടുള്ള തിരച്ചിൽ തുടരുകയാണ്. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൂചന പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് രാവിലെ നേവി സംഘത്തിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും നേവി രാവിലെ എത്തിയില്ല. നിലവിൽ ഇപ്പോഴും കോസ്റ്റൽ പോലീസും അതുപോലെ തന്നെ ഈ മറൈൻ എൻഫോഴ്സ്മെന്റും ഒക്കെ ചേർന്ന് തന്നെയാണ് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലും കുടുംബത്തിന് വലിയ അതൃപ്തിയുണ്ട്. രാവിലെ നമ്മൾ കുടുംബത്തോട് സംസാരിച്ചപ്പോൾ കുടുംബം പറയുന്നുണ്ടായിരുന്നു, ഈ നേവിയുടെ കപ്പൽ ഈ INS കൽപ്പിനി തിരിച്ചു പോയ കാര്യമൊന്നും തന്നെ കുടുംബം അറിഞ്ഞിട്ടില്ല, അവരോട് പറഞ്ഞിട്ടല്ല പോയത് എന്നുള്ള ഒരു വിമർശനമൊക്കെ തന്നെയും രാവിലെയും ഈ ഷിജിന്റെ കുടുംബം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അതിന് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയും അതുപോലെ തന്നെ ഫിഷറീസ് മന്ത്രിയും ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. കുടുംബത്തെ കണ്ട് അവരോട് ആശ്വാസമൊക്കെ അറിയിക്കുക കൂടിയാണ്. പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുക. അത് നിലവിൽ ഇപ്പോൾ ഇവിടെ ഉള്ളത് ഉദ്യോഗസ്ഥരുണ്ട്, അതുപോലെ തന്നെ MLA അടക്കമുള്ള ആളുകൾ ഇവിടെ സന്ദർശനത്തിന്റെ ഭാഗമായി തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ തന്നെ ഏതൊക്കെ അശാസ്ത്രീയമായ എന്തൊക്കെ നിർമ്മാണങ്ങളാണ് നടക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അശാസ്ത്രീയത, ഈ പൊഴിയുമായി ബന്ധപ്പെട്ട് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് എന്തൊക്കെയാണ് പ്രധാനമായി നിലനിൽക്കുന്ന പരാതി എന്നൊക്കെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ചോദിച്ചറിയുന്നത്. ഈ മുതലപ്പുഴയിലെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുറേ അധികം നാളുകളായി ഈ മത്സ്യത്തൊഴിലാളികൾ പരാതികൾ ഉയർത്തുന്നുണ്ട്. കൃത്യമായ രീതിയിലല്ല നിർമ്മാണം നടക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ് നിരന്തരമായി മുതലപ്പുഴയിൽ അപകടങ്ങൾ ആവർത്തിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് പൊഴി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുതലപ്പുഴയിലെ ഹാർബർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ചോദിച്ചറിയുന്നത്. അതിനുശേഷമായിരിക്കും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഷിജിന്റെ വീട്ടിലേക്ക് പോവുക. അവിടെ ഷിജിന്റെ ഭാര്യ സ്റ്റിജിയുണ്ട്, അതുപോലെ തന്നെ 2 കുഞ്ഞുങ്ങളുണ്ട്. ഈ സ്റ്റിജിയുടെ കുടുംബാംഗങ്ങളൊക്കെ തന്നെയും അവിടെയുണ്ട്. ആരും വന്നില്ല, അന്വേഷിച്ചില്ല, പ്രത്യേകിച്ച് ഫിഷറീസ് വകുപ്പിനടക്കം ആരും എത്തിയില്ല എന്നൊക്കെയുള്ള ഒരു പരാതി ഈ കുടുംബം ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് നേരത്തെ നമ്മൾ കണ്ടു വിഴിഞ്ഞത്ത് പോയി അവിടെ ജോണിന്റെ കുടുംബത്തെ കണ്ടതിന് ശേഷമാണ് ഇപ്പോൾ എന്തായാലും ആഭ്യന്തരമന്ത്രിയും അതുപോലെ തന്നെ ഫിഷറീസ് മന്ത്രിയും ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ സമാനമായ രീതിയിൽ അവിടെയും കുടുംബത്തെ കാണും, അവരെ കേൾക്കും, എന്താണ് അവർക്ക് പറയാനുള്ളത്, ഏത് തരത്തിലുള്ള തിരച്ചിലാണ് ഇനി അങ്ങോട്ടേക്ക് വേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അവരെ കേൾക്കാൻ കൂടിയാണ് മന്ത്രിമാർ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഇതിന് ശേഷം ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഫിഷറീസ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. ഏത് തരത്തിലായിരിക്കണം നിലവിലത്തെ രക്ഷാപ്രവർത്തനം മുന്നോട്ടേക്ക് പോകുക എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ മുന്നോടിയായി കൂടിയാണ് ഇത്തരത്തിൽ ഒരു സന്ദർശനം. മന്ത്രിമാരുടെ സംഘം മുതലപ്പുഴയിലേക്ക് എത്തിയിരിക്കുകയാണ്. വിഴിഞ്ഞത്ത് മത്സ്യത്തൊഴിലാളി കുടുംബത്തെ സന്ദർശിച്ചതിന് ശേഷമാണ് മുതലപ്പുഴയിലേക്ക് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ എത്തിയിരിക്കുന്നത്. ഫിഷറീസ് വകുപ്പ് മന്ത്രി ഒപ്പമുണ്ട്. അവിടെ ചിറയൻകീഴ് MLA രമ്യ ഹരിദാസ് അടക്കമുള്ളവരുണ്ട്. ഉദ്യോഗസ്ഥരുമായി സന്ദർശിക്കുകയാണ്. പ്രദേശത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് അവർ വിശദീകരിച്ചു കൊടുക്കുന്നുമുണ്ട്.